ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡബ്ലിൻ സിറ്റിയിൽ നിന്ന് ബെൽഫാസ്റ്റ് സിറ്റിയിലേക്കാണ് പോകുന്നത്. സോ മോർണിംഗ് 7:30 ഞങ്ങൾ ഡബ്ലിനിൽ നമ്മുടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പാഡി വാഗൺ എന്ന് പറയുന്ന ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഒരു ഡേ ട്രിപ്പാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ 8 o'clock ഇവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Nice to meet you though. You can call me Dan, Daniel, Danny Boy. I even got a review the other day calling me Dunny with a U. But that's we head up towards Belfast for today. I know some of you get confused if it's whether you're staying overnight in Belfast or coming back home, because you know there's some people who are today in about an hour at Monaster Boyce Abbey. Monaster Boyce Abbey is the first stop of today. And it's a stop that I really enjoy. I think it's a very underrated spot. It's a fantastic abbey. It's a really beautiful place. And as we get there, I'll give you some context about it. After Monaster Boyce Abbey, we're all going to go to a petrol station. Yay! Woo! Woo! Servo! We're all going to a petrol station, and obviously that's not a main attraction. Unfortunately, we don't offer full day tours to the petrol station, which is the amusement of many bus drivers. To do walking along either one of the canals, I think, is a really nice thing to do. Nice and easy thing. So now that we're out of Dublin City, we are going to be joining the motorway in just a moment, and I'm not going to narrate the motorway, the history of Irish music for something. And I hear that laughter and I don't appreciate it because I'm serious, alright? But don't worry, it's not all traditional Irish music. You might be thinking of traditional Irish music when I say Irish music. Now don't give me. അപ്പോൾ ഏകദേശം 160 കിലോമീറ്ററാണ് നമുക്ക് ഇവിടുന്ന് ബെൽഫാസ്റ്റ് സിറ്റിയിലേക്കുള്ളത്. ഏതാണ്ട് 1 മണിക്കൂർ 38 മിനിറ്റാണ് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. സോ നമ്മുടെ ഡാനി ബോയ്, അതായത് നമ്മുടെ ടൂർ ഗൈഡ്, അപ്പോൾ നമ്മൾ ആദ്യം എവിടേക്കാണ് പോകുന്നത്, അപ്പോൾ അവിടെ കാണാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അപ്പോൾ ഇടയ്ക്കുള്ള സ്റ്റോപ്പ് എവിടെയൊക്കെയാണ്, അതൊക്കെയാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അത്യാവശ്യം സണ്ണി ഡേ ആണ്, നല്ല വെയിലുണ്ട് പുറത്ത്. സോ നമ്മൾ ഏതാണ്ട് സിറ്റി വിട്ട് ഔട്ടറിലൊക്കെ എത്തി. സോ ഇവിടെ ഫുള്ള് ഇങ്ങനെ പച്ചപ്പാണ്. ഇപ്പോൾ 2 സൈഡിലും മതിൽ കെട്ടിയ പോലെ ഇങ്ങനെ ചെറിയ ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു മതിൽ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. സോ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അത് കാണാൻ തന്നെ. നീറ്റ് ആൻഡ് ക്ലീൻ റോഡുകളാണ്, അതൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ബസ് അങ്ങനെ ഒരു ടോൾ പ്ലാസയിലെത്തി. അപ്പോൾ ഇവിടുത്തെ ടോളിൻ്റെ രീതികളൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ടോൾ പ്ലാസയിൽ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ക്രോസ് ചെയ്ത് നമ്മൾ പുറത്ത് പോയിരുന്നു. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ ബസ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പല ഏരിയയിലും കൃഷി സ്ഥലങ്ങളാണ് കൂടുതലും കാണുന്നത്. പിന്നെ ഫാമിംഗ് ഉണ്ട്, ഇപ്പോൾ പശുക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ മേഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള കൃഷി സ്ഥലങ്ങളാണ് കൂടുതലും കണ്ടത്. പുല്ലിന് വേണ്ടിയുള്ള കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിവിടെ ഒരുപാട് അവർ കട്ട് ചെയ്ത് വലിയ ബണ്ടിലാക്കി ലോഡ് ചെയ്യുന്നത് മുമ്പ് കണ്ടിരുന്നു.
സമ്മറിൽ അവർ പുല്ല് കട്ട് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കും, ഇപ്പോൾ വിൻ്ററിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ് ബസ്. ഇത് മൊണാസ്റ്റർ ബോയ്സ് എന്ന് പറയുന്ന ഒരു പഴയ 5th സെഞ്ച്വറിയിലുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അവശേഷിപ്പുകളും അതിൻ്റെ സെമിത്തേരി, പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വലിയ 2 ഹൈ ക്രോസുകളുണ്ട്, നമ്മുടെ കുരിശ് പോലെ, അത് ഒറ്റക്കല്ലിൽ തീർത്ത് അന്നത്തെ കാലത്ത്. അപ്പം അതും അതിൻ്റെ അവശേഷിപ്പുകളും പിന്നെ ഒരു സിലിണ്ടറിക്കൽ രൂപമൊക്കെ ഉള്ളൊരു പഴയ ഒരു സെമിത്തേരിയും പള്ളിയുടെ അവശേഷിപ്പുകളാണ് ഈ മൊണാസ്റ്റർ ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ ആദ്യമായി പോകുന്നത്. അപ്പം എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് പള്ളിയുടെ എൻട്രൻസ്. അപ്പോൾ അതിൽ ഐറിഷ് ലാംഗ്വേജിലാണ് അവരതിൻ്റെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. സോ അതും കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറി. ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ മാപ്പുണ്ട്, ഇതിൻ്റെ സ്ഥലം ഏതാണെന്നൊക്കെ ഉള്ളത്. മതിലൊക്കെ കെട്ടിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഇതെല്ലാം ഒരു പാറക്കല്ലാണ് മതിലെല്ലാം. അപ്പോൾ അതിൻ്റെ ഓരോ സ്ലൈസുകളെടുത്ത് മേളിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ കയറി ചെല്ലുന്നതിന് ഒരു സെമിത്തേരിയിലോട്ടാണ്. സെമിത്തേരിയുടെ ഇടയിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ മെറ്റലിട്ടൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കല്ലറകളാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. അപ്പോൾ പല വലിപ്പത്തിലും എന്താ പറയുക, പല മോഡലിലും ഉണ്ടാക്കിയേക്കുന്ന കല്ലറകളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലുള്ള കല്ലറകളൊന്നുമല്ല, വ്യത്യസ്തമായ കല്ലറകളാണ്. Boyce Abbey, and as I mentioned, Monaster Boyce Abbey is famous for its high crosses. High crosses are these crosses that started appearing all over the Dark Ages, all over Europe. These stone crosses, they're instantly visible that they're just different. These are special crosses. Monaster Boyce Abbey is known for its 3 high crosses. You have the North Cross, the West Cross and the South Cross, also known as Murdoch's Cross. This is the South Cross or Murdoch's Cross. This is the gem in the crown of Monaster Boyce Abbey. It's the most intricately carved cross out of the 47 figures carved into this cross. One face depicts scenes from the New Testament, whilst the other depicts scenes from the Old Testament. Very, very soft stone. That's why it was chosen, because it's somewhat easy. It's relatively easy to carve into, which also means it's very delicate and very fragile. Now, this cross ഒരു ഡിഫറെൻ്റായൊരു കളർ കണ്ടു, ഏതാണ്ടൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ രീതിയിൽ. പിന്നെ അതൊരു ഫുട്ബോൾ ബൂട്ടൊക്കെ അതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായൊരു കളറാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും ബസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബസ് നേരെ ബെൽഫാസ്റ്റിലേക്കാണ് പോകുന്നത്.
Once you're on the paddy wagon, they've already got you. ബസ്സിന് ഡീസൽ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തി. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വാഷ്റൂമിൽ പോകാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. സോ ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷനിൽ നമുക്ക് സെൽഫ് സർവീസാണ്. നമ്മൾ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഫില്ല് ചെയ്യണം. Entire planet, and you're on one of them right now. So Ireland has 32 counties, but it's far easier to think of it in terms of the 4 provinces. Right now we're in Leinster, Ireland's eastern province, which of course contains Dublin. To the south you'd find Munster, which contains coming up this tree line on our left hand side. It's little nuances like this. സോ ഫൈനലി നമ്മൾ ബെൽഫാസ്റ്റ് സിറ്റി എത്തിയിരിക്കുകയാണ്. സോ ഇതാണ് ബെൽഫാസ്റ്റ് സിറ്റി സെൻറ്റർ. ഈ കാണുന്ന ബിൽഡിംഗാണ് ബെൽഫാസ്റ്റ് സിറ്റി ഹാൾ. Then you might want to
സിറ്റി ഹാളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ സിറ്റി സെൻറ്ററിലേക്കാണ് ഇനി അടുത്ത് പോകുന്നത്. സിറ്റി സെൻറ്ററൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അത്യാവശ്യം ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് കയറാനായി പോവുകയാണ്. അടുത്തത് നമ്മൾ പോകുന്നത് ടൈറ്റാനിക് മ്യൂസിയം ബെൽഫാസ്റ്റിലേക്കാണ്. അപ്പോൾ ടൈറ്റാനിക് ബെൽഫാസ്റ്റിലേക്ക് പോകാനുള്ള ടിക്കറ്റ് നമ്മുടെ ഡ്രൈവറിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യണം. സോ ടൈറ്റാനിക് ബെൽഫാസ്റ്റിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺ. ബൈ ബൈ. താങ്ക് യു.